നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചിലരുടെയൊക്കെ സ്വഭാവം ചിലരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് പിന്തുടർന്ന് ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അവിടെയൊക്കെ അവർ മൗനം പാലിക്കുന്നത് മൗനം കൊണ്ട് തീരുന്ന പ്രശ്നമാണെങ്കിൽ അത് തീരട്ടെ എന്ന് കരുതിയാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് ശരിയാണെന്നോ ഞങ്ങൾക്കൊന്നും പറയാനില്ലെന്നോ നമ്മൾ വിഡ്ഢിയാണെന്നോ അല്ല അതിന്റെ അർത്ഥം. വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ദുൽഖർ സൽമാൻ. എന്നാൽ മനസാ വാച അദ്ദേഹം അറിയാത്തതും കേൾക്കാത്തതുമായ പ്രശ്നങ്ങളിൽ ഭാഗവാക്കാവുകയാണ്. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വന്തം കമ്പനിയായ വേഫറർ ഫിലിംസ് നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ച ലോകയുടെ വിജയത്തിൽ സന്തോഷിച്ചിരിക്കുമ്പോൾ ആ ആനന്ദത്തിന് ഭംഗം വരുന്ന രീതിയിൽ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങൾ ദുൽഖറിന്റെ സിനിമാ ജീവിതത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും കളങ്കപ്പെടുത്തുമാറ് വന്നു ചേരുകയാണ്. ദുൽഖർ അറിഞ്ഞുകൊണ്ടോ മനഃപൂർവമോ വരുത്തിവെച്ച സംഭവങ്ങളല്ല ഇതൊന്നും. സമയം മോശമായപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായി എന്ന് വേണമെങ്കിൽ പറയാം. ദുൽഖറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷവും വിഷമവും വേദനയും നേരിട്ട ഒരു സംഗതിയായിരുന്നല്ലോ തന്റെ പിതാവിനെ ബാധിച്ച അസുഖം. എന്നാൽ പിതാവിന്റെയും മകന്റെയും നല്ല മനസ്സും അവരുടെ കുടുംബത്തിന്റെയും ഒപ്പം അവരെ സ്നേഹിക്കുന്നവരുടെയൊക്കെ പ്രാർത്ഥനയും ചികിത്സയ്ക്കൊപ്പം ചേർന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്നൊക്കെ മുക്തി നേടുകയാണ് ഉണ്ടായത്. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് പ്രസരിപ്പോടെ തിരികെ എത്തി വീണ്ടും അഭിനയ ജീവിതം ആരംഭിച്ചിരിക്കുകയാണല്ലോ. വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ബുദ്ധിപരമായി ആലോചിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ മമ്മൂട്ടി. അതുപോലെ തന്നെയാണ് ദുൽഖർ സൽമാനും. എന്നിട്ടും ചില ആക്ഷേപങ്ങൾക്കും വിവാദങ്ങൾക്കും പാത്രമായിട്ടുണ്ട്. 2020 ദുൽഖറിന്റെ കമ്പനി നിർമ്മിച്ച ചിത്രമായിരുന്നു വരനെ ആവശ്യമുണ്ട് എന്ന സുരേഷ് ഗോപി ചിത്രം. സത്യൻ അന്തിക്കാടിന്റെ മകൻ അനൂപ് സത്യനായിരുന്നു അതിന്റെ സംവിധായകൻ. ആ ചിത്രത്തിൽ സുരേഷ് ഗോപി വളർത്തുന്ന ഒരു പട്ടിയെ പ്രഭാകര എന്ന് പേര് വിളിക്കുന്നുണ്ട്. ഈ ചിത്രം OTTയിൽ റിലീസായപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ദുൽഖറിനെതിരെ വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടായി. അവർ പറഞ്ഞിരുന്നത് തമിഴ് വംശജനും LTT ലീഡറുമായിരുന്ന വേലുപ്പിള്ള പ്രഭാകരനെ മനഃപൂർവ്വം ആക്ഷേപിക്കുവാൻ വേണ്ടി ആ പേര് പട്ടിക്ക് നൽകിയത് എന്നാണ്. അതിനെതിരെ ചില തമിഴ് ചലച്ചിത്ര താരങ്ങൾ പോലും ദുൽഖറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പ്രഭാകരൻ എന്ന ശ്രീലങ്കൻ തമിഴ് നേതാവ് ഇന്നും തമിഴ് ജനത ആരാധനയോട് കൂടി കാണുന്ന വീരനായകനാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ദുൽഖറിന്റെ വിശദീകരണം മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ പട്ടണപ്രവേശം എന്ന സിനിമയിൽ നിന്നും കടമെടുത്തതാണ് പ്രഭാകരൻ എന്ന പേര്. ഈ ചിത്രത്തിൽ കരമന ജനാർദ്ദനൻ നായരും തിലകനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നുമാണ് ഈ പേരിനോടൊപ്പമുള്ള തമാശ രൂപം കൊണ്ടത്. അല്ലാതെ ഒരിക്കലും താൻ തമിഴ് ജനതയെ തരം താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചിട്ടില്ല. സിനിമ കാണാതെ ആരും വിദ്വേഷം പടർത്തരുതേ എന്നും ദുൽഖർ അഭ്യർത്ഥിച്ചിരുന്നു. യാതൊരു ദുരുദ്ദേശവും ഇല്ലാതെ വിളിച്ച ഈ പേരിന്റെ കാര്യത്തിൽ ഒടുവിൽ ദുൽഖറിന് നിരൂപാധികം ക്ഷമ ചോദിക്കേണ്ടിയും വന്നു. താൻ മനസാ വാച അറിയാത്ത ആരോപണം തന്റെ മേൽ ചാർത്തപ്പെട്ടപ്പോൾ യാതൊരു ജാള്യതയും ഇല്ലാതെ ക്ഷമാപണം നടത്തി ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ദുൽഖറിന്റെ പേരിൽ ഉയർന്ന മറ്റൊരു ആരോപണമായിരുന്നല്ലോ നിത്യ മേനോനുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. അതിന് മറുപടിയുമായി നിത്യ മേനോൻ തന്നെ രംഗത്ത് വന്നിരുന്നു. ദുൽഖർ എന്റെ നല്ല സുഹൃത്താണ്. ദുൽഖർ എപ്പോഴും എന്നോട് സംസാരിക്കുമായിരുന്നു. അത് കൂടുതലും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കുറിച്ചായിരിക്കും. തന്റെ ഭാര്യയെയും മകളെയും കുറിച്ച് എത്ര സംസാരിച്ചാലും അദ്ദേഹത്തിന് മതിയാവില്ല. അത്രത്തോളം ഭാര്യയെയും മകളെയും സ്നേഹിക്കുന്ന ഒരാളാണ് ദുൽഖർ. ഇതൊക്കെ കണ്ട് തെറ്റിദ്ധരിച്ചവരിറക്കിയ ഗോസിപ്പായിരുന്നു അതൊന്നും. ഇതിൽ 1% പോലും സത്യമില്ലെന്നും നിത്യ മേനോൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ അഹാന പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരികയാണ്. എന്ത് മാന്യമായ പെരുമാറ്റമാണ് ദുൽഖറിന്റേത്. എല്ലാവരോടും വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയുമാണ് പെരുമാറുന്നത്. എപ്പോഴും മകളെയും ഭാര്യയെയും കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് അഹാന ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദുൽഖറിന്റെ പേരിൽ വന്ന മറ്റൊരു ആരോപണമാണ് ഭൂട്ടാനിൽ നിന്നും കാറ് കടത്തി എന്നത്. പിന്നീട് അതിന്റെ പേരിൽ കേസും ഓഫീസിലും വീട്ടിലുമൊക്കെ ED റൈഡും. മമ്മൂട്ടിക്ക് കാറിനോടും ക്യാമറയോടും ഇലക്ട്രോണിക് സാധനങ്ങളോടുമുള്ള ഭ്രമം സിനിമയിലുള്ളവർക്കും അദ്ദേഹത്തോട് അടുപ്പമുള്ളവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് മേലെയാണ് ദുൽഖറിന് കാറിനോടുള്ള ഭ്രമം. എറണാകുളത്ത് കാക്ക
കാക്കനാട് സംവിധായകൻ സിദ്ദീഖിന്റെ വീടിനടുത്ത് കുറെ സ്ഥലം വാങ്ങി അവിടെ അദ്ദേഹത്തിന്റെ കാറുകൾക്ക് പാർക്കുവാനായി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഒരിടം ഒരുക്കിയിട്ടുണ്ട്. പഴയതും പുതിയതും ആധുനികവും പുരാതനവും ഒക്കെയായ 10-30 കാറുകളോളം അവിടെ പാർക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാറുകൾ ശേഖരിക്കുന്നതിനോടൊപ്പം അവധി സമയങ്ങളിൽ അത് ഓടിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ദുൽഖർ. അപ്രകാരം ഒരു ആഡംബര കാറായ ലാൻഡ് റോവർ സ്വന്തമാക്കിയതോടുകൂടി വിവാദവും കോടതിയും ഇഡിയും ആകെ ഒരു ജഗപൊക. ഓപ്പറേഷൻ നുംകറിന്റെ ഭാഗമായി കസ്റ്റംസ് ദുൽഖറിന്റെ ലാൻഡ് റോവറും മറ്റ് 2 കാറുകളും കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. മോഹൻലാലിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും അഭിമാനവും നിറഞ്ഞ ദിവസമായിരുന്നല്ലോ ഫാൽക്കെ അവാർഡ് വാങ്ങുന്ന ആ ദിനം. എന്നാൽ ആ സന്തോഷം പങ്കിടാനാകാതെ മമ്മൂട്ടിക്കും ദുൽഖറിനും വേദന ഉളവാകുന്ന ദിവസമായി മാറി. കാരണം മമ്മൂട്ടിയുടെ വീട്ടിലും ഓഫീസുകളിലും ഇഡി അന്ന് റെയ്ഡ് നടത്തുകയായിരുന്നു. ഇത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്കും മമ്മൂട്ടിയെ ആരാധിക്കുന്നവർക്കുമൊക്കെ വേദന ഉളവാക്കുന്നതായിരുന്നു. ദുൽഖർ ഇതിനെതിരെ തന്റെ നിരപരാധിത്വം തെളിയിക്കുവാനും വണ്ടി വിട്ടുകിട്ടുവാനുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു. കോടതി കസ്റ്റംസിനോട് ചോദിക്കുന്നു, വാഹനം പല കൈകളിലൂടെ കൈമാറി വന്ന ശേഷം ഒടുവിലെത്തിയ ഉടമയല്ലേ ദുൽഖർ? അപ്പോൾ ആരാണ് യഥാർത്ഥ ഉത്തരവാദി? കൂടാതെ ദുൽഖറിനോട് വാഹനം വിട്ടുകിട്ടുവാൻ കസ്റ്റംസിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനും വണ്ടി വിട്ടുകൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും തക്കതായ കാരണമുണ്ടെങ്കിൽ അത് കോടതിയെ ബോധ്യപ്പെടുത്താനും കസ്റ്റംസിനോടും ഉത്തരവിട്ടു. ഇതിനിടയിലാണ് ഇഡിയുടെ റെയ്ഡും ചോദ്യം ചെയ്യലുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോഴേക്കും ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ദുൽഖറിനെതിരെ നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ദുൽഖർ ചോദ്യം ചെയ്യലിനിടയിൽ പൊട്ടിക്കരഞ്ഞുവെന്നും കാല് പിടിച്ചപേക്ഷിച്ചുവെന്നും ദുൽഖർ ഇന്ന് തന്നെ അകത്തു പോകുമെന്നും ഉണ്ട തിന്നുമെന്നും പറഞ്ഞ് നിർവൃതി കൊണ്ട് ചിലർ ആഹ്ലാദിച്ചു. പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്നതാണല്ലോ കണ്ടുവരുന്ന രീതി. അതിവിടെയും ആവർത്തിച്ചു. ദുൽഖർ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വേദനയോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. തനിക്ക് സ്വർണ്ണക്കടത്ത്, ലഹരി മരുന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനം എന്നിവയുമായി ബന്ധമുണ്ടെന്ന് ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട്. ഞാൻ അത്തരത്തിലുള്ള യാതൊന്നും ചെയ്യുന്ന ആളല്ല. ഇന്ന് മലയാള സിനിമയിൽ മറ്റേത് നടന്മാരെക്കാളും ഉപരി സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും. ഈ സത്യം നമ്മളെപ്പോലെ തന്നെ ദുൽഖറിനെതിരെ ദുഷ്പ്രചരണം അഴിച്ചുവിട്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കും അറിയാവുന്നതാണ്. എന്നാൽ സകല കുഴപ്പങ്ങളിലും ചാടി അതിൽ നിന്നൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ട് മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞു നടക്കുന്ന അനവധി നടന്മാർ ഉള്ളിടത്താണ് ദുൽഖറിനെ പോലുള്ളവർ വേട്ടയാടപ്പെടുന്നത്. ദുൽഖർ അറിഞ്ഞുകൊണ്ട് നക്കാപ്പിച്ച പണത്തിന് വേണ്ടി വണ്ടിയുടെ ടാക്സി വെട്ടിക്കാനോ രേഖകളിൽ കൃത്രിമം കാണിക്കാനോ ഒന്നും നിൽക്കില്ല. ദുൽഖറിനെ അറിയാവുന്ന ആരും തന്നെ ഇത് വിശ്വസിക്കുകയുമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 300 കോടി രൂപ കളക്ട് ചെയ്ത ലോക എന്ന സിനിമയുടെ ലാഭവിഹിതം അതിന്റെ അണിയറ പ്രവർത്തകർക്ക് കൂടി വീതിച്ചു നൽകുമെന്നുള്ള തീരുമാനവും പ്രഖ്യാപനവും സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പണത്തിനോട് ദുൽഖറിന് ആർത്തിയില്ലെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഇതൊക്കെ അദ്ദേഹത്തിന്റെ നന്മയും മനസ്സിന്റെ വലുപ്പവും സഹപ്രവർത്തകരോടുള്ള കരുതലിനെയും വിളിച്ചോതുന്നതാണ്. ഇപ്പോഴിതാ വഴിയെ പോയ മറ്റൊരു വയ്യാവേലി ദുൽഖറിന്റെ നേരെ വന്നിരിക്കുകയാണ്. തന്റെ ഉടമസ്ഥതയിലുള്ള സിനിമാ നിർമ്മാണ കമ്പനിയായ വേഫറർ ഫിലിംസിന്റെ സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒരു യുവതിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നതാണ് ആക്ഷേപം. അസോസിയേറ്റ് ഡയറക്ടറായ ദിനിൽ ബാബുവാണ് ഇതിന്റെ പിന്നിൽ. ദുൽഖറിന്റെ കമ്പനി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൽ അഭിനയിക്കുന്ന കാര്യം സംസാരിക്കുന്നതിനായി ദുൽഖറിന്റെ ഓഫീസിന്റെ അടുത്തുള്ള കെട്ടിടത്തിലേക്ക് ഒരു യുവതിയെ ദിനിൽ ബാബു വിളിച്ചു വരുത്തി. അവരെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ദിനിൽ ബാബു പെട്ടെന്ന് മുറി അടച്ച ശേഷം സിനിമയിലെ KP ഉമ്മറായി മാറുകയാണ് ഉണ്ടായത്. നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നിനക്ക് മലയാള സിനിമയിൽ അവസരം ലഭിക്കില്ല. ഭർത്താവ് തക്ക സമയത്ത് തന്നെ അവിടെ എത്തിച്ചേർന്നത് കൊണ്ടാണ് താൻ അയാളിൽ നിന്നും രക്ഷപ്പെട്ടതെന്നാണ് യുവതി പറയുന്നത്. ഏതായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദുൽഖറുമായോ ദുൽഖറിന്റെ കമ്പനിയുമായോ ഈ ദിനിൽ ബാബുവിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. ദിനിൽ ബാബുവിനെതിരെ ദുൽഖറിന്റെ കമ്പനി പോലീസിലും ഫെഫ്കയിലും പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദിനിൽ ബാബു ഇപ്പോൾ ഫെഫ്കയിൽ മെമ്പർ അല്ല എന്നാണ് ഡയറക്ടേഴ്സ് യൂണിയൻ വക്താവ് GS വിജയൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ആർക്കും കയറി മേയാവുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് ദുൽഖർ സൽമാനും അദ്ദേഹത്തിന്റെ സ്ഥാപനവും. ഞാൻ ഇവരെ കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്നെ ഒരു വർഗീയവാദിയായി കാണരുത് എന്നൊരു അപേക്ഷയുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ അങ്ങനെ ചിലർ സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എന്നും നന്മയുടെ പക്ഷത്താണ്, അതിനി ഏത് ജാതിക്കാരനായാലും. അതെന്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ്. പ്രിയ മമ്മൂട്ടിക്കും ദുൽഖറിനും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.
നന്ദി, നമസ്കാരം.